കഷ്ണം മൊത്തം ഉണ്ടാക്കി കഴിച്ചതാ. ഇവരെന്നെ കാട്ട് കൊണ്ടിരുത്തിയപ്പോഴേ എനിക്ക് നല്ല സംശയം. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഇടാം, കുറച്ച് കാണാൻ ആയിക്കോട്ടെ എന്ന് ഞാനും വെച്ചു. അപ്പൊ നമ്മുടെ മെയിൻ അട്രാക്ഷൻ കേക്കുമായിട്ട് വരും. കേക്കിന്റെ ഒന്നും വലുപ്പത്തിലല്ല, അത് തരുന്ന ആൾക്കാരുടെ മനസ്സിന്റെ വലുപ്പത്തിലാണ്. കേക്ക് മുറിക്കുമ്പോൾ പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരോട് ഇങ്ങനെ കലഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം കഴുത്തിൽ കൊത്തി വെച്ചും കൊണ്ട് അവരെ കൊണ്ട് ഞാൻ പാട്ട് പാടിപ്പിച്ചു. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ എനിക്ക് ഒത്തിരി സ്പെഷ്യൽ തന്നെ. ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വായും പൊളിച്ചിരിക്കുന്നത്. ഈ ക്യൂട്ട് സംഭവം കൈ കിട്ടിയപ്പോഴേ ഞാൻ വിചാരിച്ചു ഉണ്ണിമോൾ എന്തായാലും അടിച്ചു മാറ്റുന്നത്. അതേപോലെ തന്നെ പിന്നെ ഈ ഫോട്ടോ അതെന്റെ ഫേവറേറ്റ് ഫോട്ടോ ആണ് കേട്ടോ. ഞങ്ങൾ ഫോർട്ട് കൊച്ചി പോയപ്പോൾ എടുത്തതാണ്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല മോനെ. ഈവനിങ് ആയപ്പോൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വിളിക്കുന്നു, നീ എവിടെയെന്നും ചോദിച്ചു. ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. എന്റെ കണ്ണ് അങ്ങോട്ട് നിറഞ്ഞു. അതൊരിക്കലും അവരെനിക്ക് ഇത്രയും ഗിഫ്റ്റ് ഒന്നും തന്നോണ്ടല്ല. ഇത്രയും എഫേർട്ടൊക്കെ ഇട്ട് ഇന്നത്തെ കാലത്ത് ആരെ സ്നേഹിക്കാണ്ടാവുക. അത്രയും എനിക്ക് പ്രിയപ്പെട്ട ആളുകളാട്ടോ. എന്റെ എല്ലാ ലോവസ്റ്റ് ഫേസിലും അവരെന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്റെ ചെറിയ ചെറിയ വിജയങ്ങളിലും അവരെന്നെക്കാൾ കൂടുതൽ അത് ആഘോഷമാക്കുന്നത് ഞാൻ കാണാറുണ്ട്. സ്നേഹിക്കാനും നമ്മളെ സ്നേഹിക്കാനും ഒരുപാട് പേര് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഉള്ള 1-2 പേർ അവര് ആ ഒരു ജെനുവിൻ ആയിരുന്നാൽ തന്നെ മതി. നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് നല്ലവരായ മനുഷ്യന്മാരെ കിട്ടും. ആകാശത്തോളെത്തും. അപ്പൊ അത്രയൊക്കെ മതി. ആൻഡ് ബൈ.